ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ പല വാർത്തകളും കാണാറുണ്ട്, പല സംഭവങ്ങളും കാണാറുണ്ട്, വ്യത്യസ്തമായ പല കാര്യങ്ങളും കാണാറുണ്ട്. മനുഷ്യർ പല രീതിയിലുള്ള നല്ല ചിന്തകളോടുകൂടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ രാഷ്ട്രീയവും അതേപോലെ തന്നെ ഈ നാട്ടിലെ ഭയങ്കര യുക്തിയും ബുദ്ധിയുമുള്ള ചെറുപ്പക്കാർ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ വിവരദോഷികളെന്നേ അവരെ കുറിച്ച് പറയാനുള്ളൂ. കാരണം നാട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിനെതിരെ ഒരു നെഗറ്റീവ് കണ്ടെത്തുന്ന ഇത്തരം ആൾക്കാരെ നമ്മൾ കാണാതെ പോകരുത്. കാരണം ഞാനിപ്പോ പറയുന്നത് ഒരു ജാതിയോ മതമോ മതത്തിന് അതീതമായോ ഒരു മനുഷ്യൻ എന്ത് കാര്യം ചെയ്താലും ഏതൊരു മനുഷ്യൻ എന്ത് കാര്യം ചെയ്താലും അതിൽ നല്ലതും ചീത്തയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഇവരെ പോലുള്ള കുറെ ആൾക്കാരാണ്. കാരണം അത് പറയാൻ കാര്യം, ഞാൻ ഇതായി ഒരു വാർത്ത നിങ്ങളിലേക്ക് ഇട്ടുതരാം. ഇതേപോലെ പല വാർത്തകളും വ്യത്യസ്തമായ ഓപ്പോസിറ്റ് സൈഡ് ആയാലും പല വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വാർത്ത നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കുകയാണ്. മാതൃകയായ ഒരു യുവ സംരംഭകനുണ്ട് തിരുവനന്തപുരം ഇലവുപാലത്ത്. കുട്ടിക്കാലത്ത് കളിച്ചു നടന്ന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഭൂമി വാങ്ങി നൽകിയാണ് പാലോട് ഇലവുപാലം സ്വദേശി ഷമീർ മാതൃകയായത്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി മതവും ജാതിയും നോക്കാതെ മാതൃകയായി മാറണമെന്നാണ് ഷമീർ പറയുന്നത്. പരിമിതികളുടെ നടുവിലായിരുന്ന കുട്ടത്തിക്കരിക്കവൻ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ സമയത്ത് കൂടുതൽ ഭൂമി ആവശ്യമായി വന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ ആവശ്യം മനസ്സിലാക്കിയ ഷമീർ സമീപത്തു നിന്ന് 10 സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങി നൽകി. ഇനിയുള്ള തലമുറകളെങ്കിലും മതത്തിനപ്പുറം മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളണം. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വാർത്തയെ കുറിച്ചല്ല, ഈ വാർത്തയ്ക്ക് പിറകിൽ വന്ന ഒരു കമന്റിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ഈ കമന്റ് നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ വ്യത്യസ്തമായ ഒരു കമന്റാണ്. കമന്റ് എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും പല വാർത്തകളിലും ഇതേപോലുള്ള കമന്റുകൾ കാണാറുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ഈ കമന്റും കൂടി ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ? അതായത് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തിരിഞ്ഞാണ്ട് കാണുന്നത് സംഘികൾ എവിടെ, സംഘികൾ കാണണ്ട, ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത്. ഈ കമന്റുകൾ പടച്ചിടുന്നവന്മാർ എവിടെയുള്ളവന്മാരാണെന്ന് എനിക്കറിയത്തില്ല. അതായത് നമ്മുടെ സഹോദര മതസ്ഥരായ ആൾക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള പല ആൾക്കാരും ഇപ്പൊ പറയുന്നത്, ചില ആൾക്കാർ വീണ്ടും വേറെ പല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലുള്ള കുറെ എണ്ണം വന്ന് ചോദിക്കും, കൊങ്ങികൾ എവിടെ, സുഡാപ്പികൾ എവിടെ, സംഘികൾ എവിടെ. ഇത് പല സംഭവങ്ങളിലും ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളിലും. പക്ഷെ ഈ പറയുന്നവന്മാരെല്ലാം ഓരോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ചൂടും പിടിച്ച് നിൽക്കുന്നവന്മാരാണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ സംഘികളും കുങ്ങികളും സുഡാപ്പികളും എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇവിടെ വർഗീയത വളർത്തുകയാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നല്ലപോലെ ചിത്രീകരിക്കുന്ന നല്ല ഉദ്ദേശത്തോടെ ഉണ്ടാക്കുന്ന ഒരു വാർത്തയെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾ വളച്ചൊടിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വശം, അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തരം ഒരു തരം നീചമായ സ്വഭാവം വച്ച് പുലർത്തുന്ന ഒരു ടീമാണോ നിങ്ങളൊക്കെ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്തിനാണ് സംഘികൾ, കൊങ്ങികൾ, സുഡാപ്പികൾ എന്നിങ്ങനെ ഒരു നാമകരണം ചെയ്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? ഏതൊരു നല്ല കാര്യം ചെയ്താലും, ആരൊരു നല്ല കാര്യം ചെയ്താലും അതിന് സംഘികൾ, കൊങ്ങികൾ, സുഡാപ്പികൾ എന്നിങ്ങനെ നാമകരണം ചെയ്തുകൊണ്ട് എന്തിനാണ് വരുന്നത്? പല വാർത്തകളിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചില തീവ്രമായ കുറച്ച് ഹിന്ദു സമുദായത്തിലുള്ള കുറെ ആൾക്കാരുണ്ട്. അവര് ഒരു വാർത്ത കാണുമ്പോഴത്തേക്ക് അപ്പോൾ പറയും, അവിടെ സുഡാപ്പികൾ കാണണ്ട, കൊങ്ങികൾ കാണണ്ട, ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ തീവ്രമായ മുസ്ലിം ഇതിൽപ്പെട്ട ആൾക്കാർ പറയും സംഘികൾ കാണണ്ട.
പിന്നെ അതേപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ പടച്ചുവിടുന്നത്? ഇതിന്റെ ആവശ്യം എന്താണ്? ഇതിന്റെ ആവശ്യം, ഇത് സമൂഹത്തിൽ എന്ത് നന്മയാണ് പ്രതിദാനം ചെയ്യുന്നത്? നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തെ നന്നാക്കാൻ നടക്കുന്നവരാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, അതായത് സംഘികൾ, കൊങ്ങികൾ, സുഡാപ്പികൾ എന്നിങ്ങനെ നാമകരണം ചെയ്ത് പല പോസ്റ്റുകളുടെ പുറകിലും ഇടുന്ന ആൾക്കാർ അവരുടെ മനസ്സിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി, വർഗീയത ഇളക്കി വിടുക, യവന്മാരെ ഇളക്കി വിട്ട് വർഗീയത ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി, ചിന്തയോടുകൂടി വരുന്നവരല്ലേ ഇവർ? ഇവരൊക്കെയാണോ നാട് നന്നാക്കാൻ നടക്കുന്നത്? എന്ത് സമൂഹമാണ്, എന്ത് മെസ്സേജാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഇതേപോലെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതികരിക്കണമെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്റെ ഒരു അറിവാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം?